ഹായ്, ഞാൻ ധന്യ. DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മളെല്ലാം ഹോട്ടലുകളിൽ പോയി കഴിക്കുന്ന ഡ്രാഗൺ ചിക്കൻ ആണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മൈദ ഒരു 4 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഒരു മുട്ട, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അധികം കട്ടിയില്ലാത്തതും എന്നാൽ തീരെ ലൂസ് ആവാത്തതുമായ ഒരു ബാറ്ററാണ് വേണ്ടത്. അതിലേക്ക് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇത് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. വേഗം തന്നെ വെന്ത് കിട്ടും, ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട്. ഇപ്പൊ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ മുഴുവൻ ചിക്കനും നമുക്ക് വറുത്തു പോരാം. ഇത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-15 കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, അതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക്, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഒത്തിരി വേണമെന്നുള്ളവർക്ക് അത് പൊട്ടിച്ചിടാം. ഇവിടെ ക്യാപ്സിക്കം ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു 1/4 കപ്പ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വട്ടത്തിൽ അരിഞ്ഞ് പകുതി കട്ട് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം, പക്ഷേ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി പേസ്റ്റ് 1.5 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെലറി കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഒരു 2 നുള്ള് പഞ്ചസാര, ഇനി ചൂടുവെള്ളം ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഒരു ടീസ്പൂണോ 1-2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കി ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേവി കിട്ടും. ഉപ്പ് നോക്കിയിട്ട്, സോസുകളെല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഉപ്പ് നന്നായിട്ടുണ്ടാവും. നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി സർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
വളരെ ടേസ്റ്റിയുള്ള ഒരു ഡിഷാണ്. സാധാരണ നമ്മളെല്ലാം ഹോട്ടലുകളിൽ നിന്നാണ് കഴിക്കാറ്. ഇതിന്നും ഒന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും കുറച്ച് വെളുത്ത എള്ളും എല്ലാം ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.